ദാസേട്ടൻ്റെ ഒരു പാട്ട് എനിക്കറിയാം. ഒരുപക്ഷെ സ്വന്തം പാട്ടിനേക്കാൾ കൂടുതൽ നെഞ്ചോടിയ താമസം എന്തേ വരുവാൻ. അയ്യോ അയ്യോ പറയും. അതെൻ്റെ രക്തത്തിലുള്ള പാട്ടാണ്. ഒരു 2 വരി ദാസേട്ടന് വേണ്ടി. ഈ ഭാർഗവനീലം 65-ലാണ് ഇറങ്ങുന്നത്. ഇരിഞ്ഞാലക്കുട കോന്നി തിയേറ്ററിലാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. ആ പടവും മനോഹരം. ഈ പാട്ട് കേൾക്കാൻ ഞാൻ 27 പ്രാവശ്യം ഈ സിനിമ കാണാൻ പോയിട്ടുണ്ട്. 27 ടൈം. താമസമെന്തേ വരുവാൻ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. ഹേമന്തയാമിനിതൻ പൊൻവിളക്ക് പൊലിയാറായി മാകന്ത ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി തളിർമരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ പൂഞ്ചോല പടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ പലൊളി ചന്ദ്രികയിൽ നിന്മന്ദഹാസം കണ്ടുവല്ലോ പലൊളി ചന്ദ്രികയിൽ നിന്മന്ദഹാസം കണ്ടുവല്ലോ പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. ഇതിനപ്പുറത്തൊരു പാട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഞാൻ. ജയേട്ടൻ 27 തവണ ആ പാട്ട് കേൾക്കാൻ സിനിമയ്ക്ക് പോയിട്ടുണ്ട് എങ്കിൽ മനസ്സിൽ ഈ പാട്ടുകൾ ഒരുപക്ഷെ നഖചിത്രം കോറിയ ചില രൂപങ്ങൾ കൂടി മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ പട്ടുറുമാല് ചന്ദ്രിക ആ ചിത്രത്തിലെ വിജയനിർമ്മല തന്നെ നീണ്ട കണ്ണുകളും ഇടത് വലിയ കണ്ണല്ലേ വലിയ. അപ്പോൾ ബഷീർ എഴുതിയിട്ടുണ്ടല്ലോ, മുഹമ്മദ് ബഷീർ, നീണ്ട കണ്ണുകളും ചുണ്ടളക്കങ്ങളും വെള്ളവസ്ത്രവുമായ അവൾ എന്നും വരാറുണ്ടായിരുന്നു. ഒരു ദിവസം അവൾ വന്നില്ല, എന്തേ വന്നില്ല, ഭാസ്കരൻ എഴുതി താമസം എന്തേ വരുക. ഇതാണ് ബിംബ്ലാസ് രാഗത്തിൽ. ഇതിൽ പരം എൻ്റെ മനസ്സിൽ ഇത്രയും നല്ലൊരു രൂപം ഭാസ്കരനല്ലാതെ വേറെ ആർക്കും എഴുതാൻ കഴിയില്ല. എന്തേ വരാഞ്ഞു, അവൾ എന്തേ വരാഞ്ഞു. അതൊരു ഡയലോഗുണ്ട്, അജ്ഞാത ഗായക എന്നെയൊന്ന് ഉറക്കിയിട്ട് പോകുമെന്ന് പറയുമ്പോൾ അത് അറിയില്ല. ആ സിത്താറും വോയിസും കൂടെ ഇങ്ങനെ ലയിച്ചു. എന്തൊരു സംഗീതം.